ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ നിസ്കരിക്കുന്നില്ല, നമ്മൾ നിസ്കരിക്കുന്നുണ്ട് എന്ന ഒറ്റ വ്യത്യാസമുണ്ട്. ഹദീസുകളൊക്കെ കാണാൻ കഴിയും. മാത്രമല്ല സ്വലാത്തുൽ ഖംസ്, മനുഷ്യന്റെ 5 വക്ത് നിസ്കാരങ്ങളിൽ നിന്ന് സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ മനുഷ്യന് പ്രചോദനം നൽകുന്ന ഒരു മഹത്തായ ഒരു കർമ്മമാണ് നിസ്കാരം എന്നുള്ളത്. അപ്പൊ നിസ്കാരത്തിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു വക്താകുമ്പോൾ അത് ഖദാ. നമ്മൾക്ക് ചില ആളുകളുടെ ധാരണയുണ്ട്, ദുഹർ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചില്ല, അസ്ർ കഴിഞ്ഞപ്പോൾ 2 കൂടി നിസ്കരിച്ചാൽ കടമ പിടിയെന്ന. പക്ഷേ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ദുഹർ എന്തിനാണ് ഖദാക്കിയത് എന്ന് ചോദിക്കും. അത് നിർവഹിച്ചു, അത് ഖദായി വീട്ടി എന്നത് ഒരു സത്യമാണ്. പക്ഷേ ഖദാക്കിയതിന് ഉള്ള കുറ്റം, അതിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കടമ പിടിയാ പോരാ, അത് അതിൻ്റെതായ വക്തുകളിൽ നിസ്കരിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 5 വക്ത് നിസ്കാരം അതിന്റെ അതായ സമയങ്ങളിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ഏറ്റവും സ്വീകാര്യമായ ദുആ എന്ന് പറയുന്നത് 5 വക്ത് നിസ്കാരങ്ങൾക്ക് പുറകിലുള്ള ദുആകളാണ്. അത് അല്ലാഹു ഉത്തരം നൽകുന്ന ദുആ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നതാണെങ്കിലും എവിടുന്നാണ് നിസ്കരിച്ചപ്പോൾ പള്ളിയിൽ നിന്ന് മാത്രമേ പറയാൻ നിൽക്കരുത്, വീട്ടിൽ നിന്നും ദുആ ചെയ്യണം. എവിടുന്നാണ് നിസ്കരിക്കണം അപ്പോഴൊക്കെ ദുആ ചെയ്യണം. ഫർദ് നിസ്കാരത്തിന്റെ പുറകിലുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അപ്പൊ 5 വക്ത് നിസ്കാരങ്ങൾ അത് സൂക്ഷിക്കണം. ബാങ്ക് കൊടുക്കുമ്പോൾ അതെനിക്ക് നിസ്കരിക്കാനുള്ള സമയമാണ്. പള്ളിയിലേക്ക് എത്താൻ നേരമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കണം. എവിടെയാണുള്ളത്